നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VPC ന്യൂസ് ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടവെട്ടിയിൽ മോഷണം. ചൊവ്വാഴ്ച രാത്രിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ഉറങ്ങിക്കിടന്നവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. തൊടുപുഴയിലെ പൊതുശ്മശാന നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജൂലൈ 6 തൊടുപുഴ താലൂക്കിൽ ഹർത്താൽ നടത്തുമെന്ന് പൊതുശ്മശാന നിർമ്മാണ സമരസമിതി ഭാരവാഹികൾ. തുടങ്ങനാട് സെന്റ് തോമസ് ഫെറോനപ്പള്ളിയിൽ മാർ തോമസ് ശ്രീക മുത്തപ്പന്റെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. മുത്തപ്പന്റെ രക്തസാക്ഷിത്വ സ്മരണയെ ഉണർത്തിയ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന മലയോട്ടം ശ്രദ്ധേയമായി. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പോലീസും ജനങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി വൃത്തമന്ദിര നിർമ്മാണം പാതിവഴിയിൽ. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ മൂലമാണ് വൃത്തമന്ദിര നിർമ്മാണം ഇഴയുന്നതെന്ന് ആക്ഷേപം. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇടവെട്ടിയിൽ മോഷണം. ചൊവ്വാഴ്ച രാത്രിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ഉറങ്ങിക്കിടന്നവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. ഇടവെട്ടിയിൽ 2 വീടുകളിൽ മോഷണം. സ്വർണവും പണവും മൊബൈൽ ഫോണും മോഷ്ടാക്കൾ അപഹരിച്ചു. ഇടവെട്ടി വിരിപ്പേലിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്നും 1500 രൂപയും 7.5 പവന്റെ സ്വർണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഓടിളക്കി സീലിംഗ് അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. സമീപത്തുള്ള ഷാജി തേക്കുംകാട്ടിലിന്റെ വാടക വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. വീടിന്റെ അടുക്കള ഭാഗത്തെ വെന്റിലേഷൻ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. എണീറ്റപ്പം വാതിലെല്ലാം മുമ്പത്തെ എല്ലാ വാതിലും തുറന്നു കിടക്കുകയാണ്. ഞാൻ പിള്ളേരെ കുറേ ചീത്ത പറഞ്ഞിട്ട് പിന്നെയും ഞാൻ വാതിൽ അടച്ചിട്ട് വെച്ച് പോയി കിടന്നെണിച്ചപ്പം ബഹളം കൂട്ടി ആൾക്കാർ ഓടി വന്ന് അയാൾ ഇറങ്ങിപ്പോണ കണ്ടത്. നഷ്ടപ്പെട്ടത് 2 കുലുസ്, വലിയ മാല, ലോക്കറ്റ്, വള, 7.5 പവന്. വേറെ പേഴ്സിലെ പൈസകളെല്ലാം പോയിട്ടുണ്ട്. എത്ര എണ്ണാത്ത പൈസ ഉണ്ട്. എണ്ണിയ പൈസ 1500 രൂപ. എണ്ണാത്ത പൈസ കുറേ ഉണ്ടായിരുന്നു, അതുമില്ല. UN അവാർഡ് നേടിയ മുഖ്യമന്ത്രിക്ക് തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണത്തോടനുബന്ധിച്ച് നിയോജക മണ്ഡലം നേതൃതല യോഗം ചേർന്നു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നവർ അപഹാസ്യരാകുമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. UN അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ജൂലൈ 4 തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണ പരിപാടിയോടനുബന്ധിച്ച് PWD റെസ്റ്റ് ഹൗസ് ഹാളിൽ ചേർന്ന തൊടുപുഴ നിയോജക മണ്ഡലം നേതൃതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങുകൾ, പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ ഒക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീറ്റിംഗ് ഉണ്ടായി. അതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാടായ തൊടുപുഴയിലെ പൊതുശ്മശാന നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജൂലൈ 6 തൊടുപുഴ താലൂക്കിൽ ഹർത്താൽ നടത്തുമെന്ന് പൊതുശ്മശാന നിർമ്മാണ സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4-ാം തീയതി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ മൺപാത്ര നിർമ്മാണ സഭ അങ്ങോട്ടേക്കൊരു മാർച്ച് നടത്തുന്നുണ്ട്. നമ്മൾ ശ്മശാന നിർമ്മാണ സമരസമിതി ശ്മശാനത്തിൽ നിന്ന് തന്നെയാണ്, ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഒരു മാർച്ച് വയ്ക്കുന്നത്. പോലീസ് തടയുമെന്നറിയാം, പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി പറയും. 3 മാസത്തെ അവധി നമ്മൾ കൊടുക്കുന്നു. ഒക്ടോബർ മാസം 2-ാം തീയതി വരെ അവധി നൽകുകയാണ്. ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ ഈ സമരത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ അതാണ് ആവശ്യമെങ്കിൽ അതിനെ അവർ നേരിടാൻ തയ്യാറാവട്ടെ. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നു. 1 കോടി രൂപ വകയിരുത്തി മുൻ ഭരണസമിതിയാണ് 2010 ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കഞ്ഞിക്കുഴിയിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നു. ഇടുക്കി വണ്ണപ്പുറം തൊടുപുഴ പാതയിലെ പ്രധാന പട്ടണമാണ് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയിൽ നിന്നും കോട്ടയം, തൊടുപുഴ, എറണാകുളം, അടിമാലി എന്നീ പ്രധാന ടൗണുകളിലേക്കായി പ്രതിദിനം 100 കണക്കിന് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അടുത്തിടെ വണ്ണപ്പുറം ഇടുക്കി റോഡ് ഗതാഗത യോഗ്യമായതോടെ കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡിന്റെ പ്രാധാന്യം എടുത്തു പറയത്തക്കതായി മാറിയിരിക്കുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ടിലിന്റെ നേതൃത്വത്തിലാണ് കഞ്ഞിക്കുഴിയിലെ പുതിയ ബസ് സ്റ്റാൻഡിനായി സ്ഥലമെടുത്ത് 2010 നിർമ്മാണം ആരംഭിച്ചത്. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും 1 കോടി രൂപ വായ്പ എടുത്താണ് പദ്ധതിയുടെ തുടക്കം.
തുടങ്ങിനാട് സെന്റ് തോമസ് പിറൂന പള്ളിയിൽ മാർ തോമസ് ശ്ലീഹ മുത്തപ്പന്റെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. മുത്തപ്പന്റെ രക്തസാക്ഷിത്വ സ്മരണയുണർത്തിയ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന മലയോട്ടം ശ്രദ്ധേയമായി. 1000-ൽ പരം കിലോ തൂക്കം വരുന്ന കുന്നിൻ പ്രദേശത്തിന്റെ രൂപസാദൃശ്യമുള്ള മലയും മാർ തോമസ് ശ്ലീഹായുടെ പ്രതിമയും അടങ്ങിയ മലയും വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു. പോലീസും ജനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാടകം അവതരിപ്പിച്ചത്. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന യോഗം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി. ഈ പ്രോജക്റ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിട്ട് 3 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ഇതിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകൾ, വൈദ്യുതി ഉപയോഗം കുറച്ച് നമുക്ക് നാരങ്ങളുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള ക്ലാസുകൾ, ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പോലീസുകാർ, നമ്മുടെ നാട്ടിലെ പോലീസുകാർ, നിങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുത്വത്തിൽ ഏത് പോലീസുകാരാണ് കോമാളി, ഏത് പോലീസുകാരാണ് പോലീസുകാരെ വിടിയും ഊരനുമാക്കുന്നത് ആരാണ്? നമുക്ക് ഉറക്കെ ചോദിക്കാം. പോലീസുകാരെ കോമാളികളാക്കുന്നത് ആരാണ്? പോലീസുകാരെ ഊരന്മാരാക്കുന്നത് ആരാണ്? ഈ നമ്മൾ തന്നെ നമ്മെ കാത്തുരക്ഷിക്കുന്ന പോലീസുകാരെ തരംതാഴ്ന്നത് നമ്മൾ ജനങ്ങൾ തന്നെ. എല്ലാ ഓഫീസുകൾക്കും ഒരു പ്രവർത്തന സമയം എല്ലാ ജനസേവന കേന്ദ്രങ്ങൾക്കും നിശ്ചയിക്കും. തമിഴ്നാട് ഹിന്ദു മുന്നണി സംസ്ഥാന സെക്രട്ടറി എസ് വെള്ളായിയപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന യോഗം സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം ചെയ്തു. PR കണ്ണൻ, PR ഹരി, KN രാജു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമഹത്തരമായ ഏതാണ്ട് 4000 വർഷം പഴക്കമുണ്ട് എന്ന് അവകാശപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിലെ വിഗ്രഹം ടെററിസ്റ്റുകൾ അഥവാ തീവ്രവാദികൾ എടുത്തുകൊണ്ടുപോയതിനു ശേഷം ആ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് നടത്തുന്നതിനുള്ള ആ ചുമതല ഏറ്റെടുത്ത് അത് വളരെ ശക്തമായ നിലയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നയാളാണ് ശ്രീ വെള്ളായിയപ്പൻ. കഞ്ഞിക്കുഴി വൃത്തമന്ദിര നിർമ്മാണം പാതിവഴിയിൽ. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ മൂലമാണ് വൃത്തമന്ദിര നിർമ്മാണം ഇഴയുന്നതെന്ന് ആക്ഷേപം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി 2010 വർഷത്തിലാണ് വൃത്തമന്ദിരത്തിന്റെ പണികൾ ആരംഭിച്ചത്. പഞ്ചായത്ത് പരിധിയിലുള്ള നിരാലംബരായ വൃത്തജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് വൃത്തമന്ദിരം രൂപകൽപ്പന ചെയ്തത്. ആദ്യഘട്ടമായി 40 ലക്ഷം രൂപ വകയിരുത്തി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കുകയുണ്ടായി. എന്നാൽ മുൻ ഭരണസമിതി മുൻകൈയെടുത്ത് നിർമ്മിച്ച ഒരു കെട്ടിടം മാത്രമായി 3.5 വർഷത്തിന് ശേഷവും കഞ്ഞിക്കുഴി വൃത്തമന്ദിരം നിലകൊള്ളുന്നതായാണ് കാണാൻ കഴിയുന്നത്. തുടർന്ന് ആവശ്യമായ തുക അനുവദിച്ചുകൊണ്ട് ഏറെ പേർക്ക് പ്രയോജനകരമായ ഈ പദ്ധതി പൂർത്തിയാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കാതിരുന്നതിനെതിരെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. തൊടുപുഴ മുട്ടം റോഡിൽ ഓളമറ്റത്ത് സ്കോർപിയോയും സ്വിഫ്റ്റ് കാറും കൂട്ടിയിടിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. റോഡിലെ കുഴി കണ്ട് ബൈക്ക് യാത്രക്കാരൻ പെട്ടെന്ന് നിർത്തിയപ്പോൾ പിന്നാലെ വന്ന സ്വിഫ്റ്റ് കാർ വലതുവശത്തേക്ക് വെട്ടിച്ചപ്പോൾ എതിർവശത്തു നിന്ന് വന്ന സ്കോർപിയോയിൽ ഇടിക്കുകയായിരുന്നു. ഇരുവാഹനങ്ങളിലെയും യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. റോഡിലെ കുഴി മൂലം ഇവിടെ അപകടം പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാരനായ NN ബേബി ആരോപിച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഭീകരമായ ശബ്ദമായിരുന്നു. ഒന്നിലെ അയാൾ ഈ കുഴി ചാടാണ് വെട്ടിച്ചൊന്നും വേണ്ടി വെട്ടിച്ചിരിക്കാം. ഇതാണ് ഈ അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഈ കുഴി മാസങ്ങളായിട്ട് ഇത് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദേശീയ പാതയാണ് ഈ സംഭവം. റേഷൻ വിതരണ കേന്ദ്രത്തിൽ നിന്നും അരി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പോലീസ് പിടികൂടി.
കല്ലൂർക്കാട് നിന്നാണ് ബുധനാഴ്ച പിക്കപ്പ് വാനിൽ കയറ്റിയ അരി പോലീസ് പിടികൂടിയത്. 11 ചാക്കോളം അരിയാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വാഹനവും അരിയും കല്ലൂർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാചകവാതക ഉപഭോക്താക്കളും ദുരിതത്തിലേക്ക്. പാചകവാതകത്തിന്റെ സർക്കാർ സബ്സിഡി ബാങ്ക് വഴി നൽകുവാൻ തീരുമാനമായതോടെ ഉപഭോക്താക്കളും ബുദ്ധിമുട്ടിലാകുന്ന സ്ഥിതിയാണ്. KYC ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് സബ്സിഡി ലഭിക്കില്ല. ഇതോടൊപ്പം ഫോട്ടോ, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, പാചകവാതക കണക്ഷൻ ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയവയും നൽകണം. ഏതാനും മാസം മുമ്പ് ഗ്യാസ് ഏജൻസികൾ ഇവ വാങ്ങിയെങ്കിലും ഉപഭോക്താക്കളോട് വീണ്ടും ഇവ ഹാജരാക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുമ്പ് ഏജൻസികൾ വാങ്ങിയ ഫോട്ടോകളും തിരിച്ചറിയൽ കാർഡുകളും ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇവയുപയോഗിച്ച് മൊബൈൽ കണക്ഷൻ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവ വ്യാജമായി സംഘടിപ്പിക്കുവാൻ സാധ്യതയുള്ളതായും പറയപ്പെടുന്നു. തൊടുപുഴ വെങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ലോ കോളേജിന്റെ ഉദ്ഘാടനം ജൂലൈ 7 മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് PJ ജോർജ് പറഞ്ഞു. ക്ലാസ് മുറികളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ താലൂക്ക് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്ന കോഓപ്പറേറ്റീവ് ലോ സ്കൂളിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ 7 11 മണിക്ക് PJ ജോസഫ് ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫ് നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ PT തോമസ് MP അധ്യക്ഷത വഹിക്കുന്നതും വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്നതുമാണ്. കോഓപ്പറേറ്റീവ് ലോ സ്കൂളിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ പേപ്പറുകളും അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാനാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടവെട്ടിയിൽ മോഷണം. ചൊവ്വാഴ്ച രാത്രിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ഉറങ്ങിക്കിടന്നവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. തൊടുപുഴയിലെ പൊതുശ്മശാന നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജൂലൈ 6 തൊടുപുഴ താലൂക്കിൽ ഹർത്താൽ നടത്തുമെന്ന് പൊതുശ്മശാന നിർമ്മാണ സമരസമിതി ഭാരവാഹികൾ. തുടങ്ങനാട് സെന്റ് തോമസ് ഫെറോന പള്ളിയിൽ മാർത്തോമ ശ്രീക മുത്തപ്പന്റെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. മുത്തപ്പന്റെ രക്തസാക്ഷിത്വ സ്മരണയെ ഉണർത്തിയ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന മലയോട്ടം ശ്രദ്ധേയമായി. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പോലീസും ജനങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി വൃത്തമന്ദിര നിർമ്മാണം പാതിവഴിയിൽ. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ മൂലമാണ് വൃത്തമന്ദിര നിർമ്മാണം ഇഴയുന്നതെന്ന് ആക്ഷേപം. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.